ഈ ഭാഗത്ത് ഇങ്ങനെ നിധി ഉണ്ട് എന്നുള്ള ഒരറിവുണ്ട്. അതാ എൻ്റെ അറിവിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ചിലരെല്ലാം പണ്ട് കാലത്ത് ഈ നിധി ഉണ്ടെന്ന് പറഞ്ഞാൽ നിധി എടുക്കുക. ഈ പണ്ട് കാലത്ത് ഈ എന്താ പറയുക, ഈ അഞ്ജനം വെച്ച് നോക്കുക എന്ന് പറയും. അഞ്ജനം ഇന്നും അഞ്ജനം വെച്ച് നോക്കുന്നവരുണ്ട്. അങ്ങനെ അഞ്ജനം വെച്ച് നോക്കുന്ന വീട്ടിലൊക്കകത്ത് അഞ്ജനം തേച്ചിട്ട് വേറെ ചെറിയ ചെറിയ കുട്ടികളെ കൊണ്ട് നോക്കിച്ച് കണ്ടുപിടിക്കുന്ന ഒരു സമ്പ്രദായമാണ് പണ്ട് ഇന്നും ഇല്ല അത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കിയിട്ട് ഈ ഭാഗത്ത് ഇന്ന വീട്ടിൽ അഞ്ജനം ഈ നിധി ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് വെച്ചാളെ എനിക്കറിയാം, ഈ അഞ്ജനം വെച്ചാളെ എനിക്കറിയാം. അങ്ങനെ കുഴിച്ചെടുക്കാൻ അങ്ങനെ അല്ലാതെ നടന്ന് കുഴിക്കാൻ പറ്റില്ലല്ലോ ഇത്. പക്ഷെ അവർ ശ്രമിച്ചിരുന്നു. ആടുകളായിരുന്നു ഈ ഭാഗം മുഴുവൻ. ഇവിടെ എൻ്റെ നിഗമനം ശരിയാണെങ്കിൽ ഇവിടെ ഒരു അയ്യപ്പൻകാവുണ്ട്. അന്ന് ടിപ്പു സുൽത്താൻ പടയോട്ടക്കാലത്ത് അവിടെ നിന്ന് ഈ ഭാഗത്തൊക്കെ ഇതൊക്കെ അങ്ങനെ നശിച്ചു പോയതാണ്. ടിപ്പു സുൽത്താൻ പടയോട്ടക്കാലത്ത് അന്ന് അവിടെ സംരക്ഷിച്ചുകൊണ്ടിരുന്ന ആൾ അവിടെ നിന്ന് എടുത്ത് ഇത് നഷ്ടപ്പെട്ടു പോകണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ അവകാശികളുണ്ടാവുമല്ലോ, അവരാരെങ്കിലും കുഴിച്ചിട്ടതായിരിക്കും. അതിന് വലിയ പഴക്കമൊന്നുമില്ല, ഒരു 100-300 വർഷത്തെ പഴക്കത്തിൽ കൂടുതൽ വരില്ല.